ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ഈ ഒരു സിനിമ കണ്ടിറങ്ങി വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇത് നമുക്ക് പൂർണ്ണമായും തൃപ്തി നൽകുന്ന സിനിമയാണ്. സിനിമയുടെ ഹൈലൈറ്റുകളിലേക്ക് കടന്നു വരാം. നിങ്ങൾ സിനിമ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സിനിമ കാണണമെന്ന് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇതേപോലെ ഒരു സൂപ്പർ നാച്ചുറൽ ഒരു സിനിമ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു സിനിമ ഇതുവരെ മലയാളത്തിൽ ഒരു ഡീസൻ്റായി കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും പലതും അതിനടുത്തൊക്കെ എത്തിയിട്ടുണ്ടാകും. സൂപ്പർ ഹീറോ മൂവികളിൽ റീസെൻറ്റ് ടൈമിൽ ഇറങ്ങിയതിൽ ഏറ്റവും മനോഹരമായതും മികച്ച രീതിയിൽ തുടക്കം മുതൽ അവസാനം വരെ എത്തിയ ചിത്രമാണ്. ധൈര്യമായി ടിക്കറ്റ് എടുക്കാമെന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്താണെങ്കിലും ഇതിൻ്റെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. തുടക്കം മുതൽ അവസാനം വരെയുള്ളത് സൂപ്പറായിരുന്നു. തുടക്കം മുതൽ ഇൻ്റർവെൽ വരെയുള്ളത് സൂപ്പർ എൻഗേജിങ് ആയിരുന്നു. പയ്യെ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു, പിന്നീട് അങ്ങോട്ട് ആളിക്കത്തിക്കുകയായിരുന്നു. ഇനി എക്സലൻറ്റ് ഡയറക്ഷൻ തന്നെയാണ് ഡൊമിനിക് അരുണിൽ നിന്ന്. ഇൻ്റർവെൽ പോയിൻ്റ് നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാക്കുന്നത് തന്നെയാണ്, തിയേറ്റർ മൊമെൻറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ എക്സലൻറ്റ് പെർഫോമൻസ് ആണ് കല്യാണിയും അതേപോലെ നസ്ലിനിൽ നിന്നുള്ളത്. ഇനിയും കുറച്ച് അല്ലാത്ത നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളുടെ അവരുടെ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ഞെട്ടിക്കുന്ന ഒരു ക്യാമിയോ റോളൊന്നല്ല, 3 ക്യാമിയോ റോളുണ്ട്. അതിനകത്തിൽ 2 ഗംഭീരവും 1 അടുത്ത വെടിക്കെട്ടിന് വേണ്ടി വെച്ചിരിക്കുന്നതുമാണ് എന്നുള്ളതാണ്. ജേക്സ് ബിജോയുടെ BGM എലിവേറ്റിംഗ് ആണ്, ഫിലിമിനെ മൊത്തത്തിൽ കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ തല്ലുമാലയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി അടിപൊളിയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭ്രമയുഗം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അതിൻ്റെക്കാളും മികച്ച് നിൽക്കുന്നു ഇതിൻ്റെ ഫ്ലോയും കാര്യങ്ങളുമൊക്കെ എന്ന് പറയാം. അങ്ങനെ ഏത് സിനിമകളും അങ്ങനെയുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ, നമുക്ക് പല കാറ്റഗറിയിലുള്ള സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൂപ്പർ ഹീറോ പവറിലുള്ള ഈ ഒരു മൂവി എല്ലാം കൊണ്ടും തൃപ്തി നൽകുന്നത് തന്നെയാണ്. എന്താണെങ്കിലും ഫസ്റ്റ് ഹാഫിൻ്റെ റിവ്യൂ നമ്മളിട്ടിരുന്നു, മികച്ചതായിരുന്നു. സെക്കൻഡ് ഹാഫ് മികച്ചതാണെങ്കിൽ കയറി കൊളുത്തുമെന്ന് പറഞ്ഞു. ഇത് കയറി കൊളുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഓണം എന്താണേലും ചന്ദ്ര അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് പറയാം. നേരത്തെ ഒരു സംശയമുണ്ടായിരുന്നു മോഹൻലാൽ ഉണ്ടോ എന്ന്. മോഹൻലാൽ ഇല്ല. പക്ഷേ ഇതിനകത്തിൽ മറ്റൊരു ഗംഭീരമായിട്ടുള്ള ഒരു താരം ഉണ്ട്. പക്ഷേ അത് ഒട്ടും റിവീൽ ചെയ്തിട്ടില്ല. ഒരു കൈയിലൂടെ മാത്രം വന്നു. അത് സിനിമ കാണുന്നവർക്കറിയാം ആരായിരിക്കുമെന്നുള്ളത്. പിന്നീടുള്ള ക്യാമിയോ റോൾസ് എല്ലാം ഗംഭീരമാണ്. സെക്കൻഡ് ഹാഫ് ഞെട്ടിച്ചിരിക്കുന്നു. കിൻഡൽ കണക്കിനുള്ള ആക്ഷൻ രംഗങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ പലപ്പോഴും പല സിനിമകളിലും ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇതിനകത്തൊരു സാധനം പറയാതിരിക്കാൻ വയ്യ. പുലിമുരുകൻ എന്ന സിനിമ കണ്ടപ്പോൾ അന്ന് അത് ഗംഭീര ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു കുട്ടി ഇതിനകത്തിൽ ചെയ്യുന്ന ആക്ഷൻ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അതിഗംഭീരമായിട്ട് തന്നെയാണ്, അത്ര പെർഫോമൻസ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ കണ്ടതിനേക്കാളൊക്കെ മികച്ച് നിൽക്കുന്നു. ഇതിൻ്റെ ആക്ഷൻ രംഗങ്ങൾ ഭയങ്കര രസകരമായിട്ടാണ് ഓരോ സീക്വൻസും. ഇതിനകത്തിൽ ഒരു നെഗറ്റീവ്, എനിക്ക് ആകെ ഒരു നെഗറ്റീവ് ഉള്ളൂ. ഒരു സോങ് ഉണ്ടായിരുന്നു, അത് ഏറ്റവും അവസാനമാണ് പാടിച്ചിരിക്കുന്നത്. ആ സോങ് ഇടയ്ക്കൊന്ന് പ്ലേ ചെയ്യാമായിരുന്നു എന്നുള്ളത്. ലാസ്റ്റ് എഴുതി കാണിക്കുമ്പോഴാണ് അത് വളരെ ഹിറ്റായ ആ ഒരു സോങ് തന്നെ. എന്താണേലും 100% വെരി എക്സലൻറ്റ് മൂവി എന്ന് തന്നെയാണ് ഇതിന് പറയാനുള്ളത്. അതിൻ്റെ ടോട്ടലി നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അമ്മാതിരി പൊളി ഐറ്റം തന്നെയാണ്. ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ഗ്രേ മീഡിയാസ്.